കോൺഗ്രസ് എം പി ശശി തരൂരിനെതിരെ RSS അനുകൂല സംഘടനയായ HRDS അങ്ങനെ രംഗത്ത് വന്നിരിക്കുകയാണ്. സവർക്കർ പുരസ്കാരത്തെ കുറിച്ച് അറിഞ്ഞില്ലെന്ന ശശി തരൂരിന്റെ വാദം കള്ളമാണെന്നും HRDS ഭാരവാഹികൾ പറഞ്ഞു. പുരസ്കാരം സംബന്ധിച്ച് ശശി തരൂരിനെ അറിയിച്ചതിന് തെളിവുണ്ടെന്നും ഈ തെളിവുകൾ പുറത്തുവിടുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കുകയായിരുന്നു. തെളിവുകൾ ഇന്ന് 11:30 ഡൽഹിയിൽ വെച്ച് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുമെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. സവർക്കർ പുരസ്കാരം ശശി തരൂരിന് നൽകുമെന്ന് സംഘടന പ്രഖ്യാപിച്ചിരുന്നു. രാജ്നാഥ് സിംഗ് പുരസ്കാരം വിതരണം ചെയ്യുമെന്ന തരത്തിൽ പോസ്റ്ററും പുറത്തിറക്കി. പിന്നാലെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു. തുടർന്ന് വിവാദങ്ങളിൽ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തി. മാധ്യമങ്ങളിലൂടെയാണ് പുരസ്കാര വിവരം അറിഞ്ഞതെന്നായിരുന്നു MPയുടെ വിശദീകരണം. ഇത്തരമൊരു പുരസ്കാരത്തെക്കുറിച്ച് അറിയില്ലെന്നും അത് സ്വീകരിച്ചിട്ടില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി. എന്റെ അനുവാദം ചോദിക്കാതെ എന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായ നടപടിയാണ്. പുരസ്കാരത്തിന്റെ സ്വഭാവം, അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്നിവയെ കുറിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്ത സാഹചര്യത്തിൽ പുരസ്കാരം സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമേ ഉദിക്കുന്നില്ല എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ശശി തരൂർ MPക്ക് വീർ സവർക്കർ പുരസ്കാരം ലഭിച്ച ചോദ്യത്തോട് കൈകൂപ്പി തൊഴുതായിരുന്നു VD സതീശൻ പ്രതികരിച്ചത്. തരൂരിന്റെ സവർക്കർ പുരസ്കാര വിവാദത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാനില്ലെന്ന രീതിയിൽ VD സതീശൻ പോയി. കേരളത്തിൽ കോൺഗ്രസിനും സംഘപരിവാറിനുമിടയിലെ പാലമായ ശശി തരൂരിന് പരിവാർ സംഘടനയായ HRDS ഇന്ത്യയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ലഭിച്ചത് ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. തരൂർ സമീപകാലത്ത് പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നടത്തുന്ന പ്രസ്താവനകൾ കൂടി കണക്കിലെടുത്താണ് പുരസ്കാരം. തരൂരിന്റെ സംഘപരിവാർ ചായ്വിനെ കോൺഗ്രസിന്റെ കേരള ഘടകവും പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ഉയരുന്ന വിമർശനം. AICC അധ്യക്ഷ പദവി ആഗ്രഹിച്ച ശശി തരൂർ ഇപ്പോൾ പാർട്ടിയുടെ അകത്താണോ പുറത്താണോ എന്ന് വ്യക്തമല്ലാത്തൊരു രാഷ്ട്രീയ അവസ്ഥയാണ്. നിരവധി വിഷയങ്ങളിലാണ് തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി വിയോജിപ്പുകൾ ഉള്ളത്. ഇത് വളരെ പെട്ടെന്ന് ആരംഭിച്ച ഒന്നല്ല. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ഉടലെടുത്ത ആശയവൈരുദ്ധ്യങ്ങളാണ് തരൂരിനെ നേതൃത്വവുമായി അകറ്റിയത്. ഇത് G24 എന്ന പാർട്ടിയിലെ തിരുത്തൽ ശക്തികളുമായുള്ള ബന്ധത്തിൽ നിന്നും ഉടലെടുത്തതാണ്. കുടുംബാധിപത്യമാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതെന്നായിരുന്നു G24 നേതാക്കളുടെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. തരൂർ ഇതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന മല്ലികാർജുൻ ഖാർഗെക്കെതിരെ പാർട്ടിയുമായി ആലോചിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെയാണ് തരൂരും പാർട്ടി നേതൃത്വവും തമ്മിൽ അകലാൻ തുടങ്ങിയത്. ഇതോടെ തരൂർ ഹൈക്കമാൻഡിന്റെ റഡാറിൽ നിന്നും തെന്നിമാറി. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനും നേതൃനിരയിലേക്ക് ഉയരാനും തരൂർ ശ്രമിച്ചെങ്കിലും ഒരു പരിഗണനയും അവിടെ ലഭിച്ചില്ല. പാർലമെന്റിൽ കോൺഗ്രസ് ഉപനേതാവാകാനുള്ള ശ്രമവും വിജയം കണ്ടില്ല. ഇതാണ് തരൂരിനെ നിരാശനാക്കിയത്. ഇതോടെ തരൂർ വിമത സ്വരം ഉയർത്തിക്കൊണ്ടിരുന്നു. വിയോജിപ്പുകൾ ശക്തമായി പ്രകടിപ്പിച്ചാലേ പരിഗണിക്കപ്പെടൂ എന്ന ധാരണയാണ് തരൂരിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വേണ്ട പരിഗണന തരൂരിന് നൽകിയതുമില്ല. രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ നിലപാടുകളിൽ നിന്നും വിരുദ്ധമായൊരു നിലപാടാണ് ശശി തരൂർ പാർലമെന്റിലും പുറത്തും സ്വീകരിച്ചത്. ഇത് BJPക്ക് വലിയ പിടിവള്ളിയായി. മോദി സ്തുതിയും കോൺഗ്രസ് വിരുദ്ധ നിലപാടും ആവർത്തിച്ചു കൊണ്ടിരുന്ന തരൂർ നേതൃത്വത്തിന് വലിയ തലവേദനയായി. എന്നാൽ പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി സ്വീകരിച്ച് പുറത്താക്കിയാൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. ഇത് തരൂരിന് ഗുണകരമാവും. ശശി തരൂർ BJPയിൽ ചേരാനുള്ള സാധ്യത കോൺഗ്രസ് തള്ളിക്കളയുകയാണ്.